പൊതുവേ ഒരു ട്രോൾ മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യുന്ന മൂവീസാണ് ബാലയുടെ മിക്ക മൂവീസും ഉള്ളത്. അതുകൊണ്ട് തന്നെ പുള്ളിയുടെ മൂവീസ് അങ്ങനെ ആരും കാണാറില്ല. തിയേറ്ററിൽ പോയി തന്നെ ആരും കണ്ടാലും പൈസ പോകുന്ന എല്ലാവർക്കും അറിയാം. മൊത്തത്തിൽ ഒരു കത്തിപ്പടം അല്ലെങ്കിൽ ഒരു ബോംബ് പടം എന്നൊക്കെ പറയുന്നതാണ് ബാലയുടെ മൂവീസ്. പക്ഷേ ഇപ്പോൾ റീസെൻ്റ്ലി പുറത്തിറങ്ങിയ ബാലയുടെ ഒരു മൂവിയുടെ അഭിപ്രായം കേട്ട് ഞാൻ ശരിക്കും ഞെട്ടി. മൂവിയുടെ പേര് ദാക്കു മഹാരാജ് എന്നാണ്. പറഞ്ഞതുപോലെ തന്നെ പുള്ളിയുടെ മുമ്പത്തെ പടങ്ങളെ അപേക്ഷിച്ച് ഇതൊരു നല്ലൊരു കിടിലൻ മൂവി തന്നെയാണ്. നിങ്ങൾക്കൊരു നല്ല മാസ് ആക്ഷൻ, ഒരു ഹൈ ബാക്ക്ഗ്രൗണ്ട് സ്കോറുള്ള നല്ലൊരു കിടിലൻ ഇടിവെട്ട് പടം കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു പടം നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണാം. ഒരു തരക്കേടില്ലാത്ത നല്ലൊരു സ്റ്റോറി ഉണ്ട്. അതുപോലെ തന്നെ ആക്ഷൻ സീൻസ് ആയാലും നല്ല വൃത്തിക്ക് ചെയ്തു വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ പുള്ളിയുടെ ഒരു സ്വാഗും കാര്യങ്ങളൊക്കെ ആകുമ്പം എനിക്ക് നല്ല കിടിലായിട്ടാണ് മൂവി തോന്നിയത്. പിന്നെ ഇതിനകത്ത് പ്രധാനമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്നിനകത്തെ ബാക്ക്ഗ്രൗണ്ട് സ്കോറ് കിഡിലും ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. അതുപോലെ തന്നെ ഇന്നത്തെ വില്ലൻ ക്യാരക്ടേഴ്സ് ബോബി ഡിയോളാണ് മെയിൻ വില്ലൻ ചെയ്തേക്കുന്നത്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്ന കുറച്ച് വില്ലന്മാരൊക്കെ ഉണ്ട്. അവരും കിഡിലായിട്ടാണ് ചെയ്തേക്കുന്നത്. അവർക്കും ഒരു നല്ല രീതിയിലുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ എന്തായാലും എനിക്ക് ബാലയുടെ മുമ്പത്തെ പടങ്ങളെ അപേക്ഷിച്ച് ഇതൊരു നല്ല കിഡിലൻ മികച്ച മൂവിയായിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾ കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഈ മൂവി കണ്ടു നോക്കുക.